ഹലോ, വെൽക്കം ടു മൈ ക്രാഫ്റ്റ് വേൾഡ് DIY ഗേൾ അനു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കുറേ നല്ല ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് FB പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബോട്ടിലാട്ടാണ്. പക്ഷെ ഒരു ബോട്ടിലാട്ടല്ല, 4 ബോട്ടിലും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് പക്ഷേ സംഘടിപ്പിക്കാൻ പറ്റിയത് വലിയ ബോട്ടിൽസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ബോട്ടിലുണ്ടെങ്കിൽ ഒന്നുകൂടി സൗകര്യമാവും. പെയിൻറ്റ് കുറച്ച് യൂസ് ചെയ്താൽ പോരെ. ഞാൻ ദാ ഈ സ്പ്രേ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അക്രിലിക് പെയിൻറ്റ് അല്ലാതെ പെയിൻറ്റ് ചെയ്യണ കുറേ ടൈം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രേ പെയിൻറ്റ് എടുത്തിരിക്കുന്നത്. സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം പെയിൻറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഷീറ്റൊക്കെ ഇട്ടൊരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പുറത്തേക്കൊന്നും തെറിച്ച് വീഴാൻ പാടില്ലല്ലോ. സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ബോട്ടിൽ നല്ലതുപോലെ കുലുക്കിയിട്ട് മാത്രം പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു 30 സെൻറ്റിമീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് ഇട്ട് പിടിച്ചിട്ട് വേണം പെയിൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് വെള്ളം പോലെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇതാ ബ്ലാക്ക് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ പെയിൻറ്റ് ചെയ്യാനും ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള കളർ ത്രെഡും യൂസ് ചെയ്യാം കേട്ടോ. ത്രെഡ് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. വലിയ ബോട്ടിലായതുകൊണ്ട് തന്നെ ത്രെഡ് ചുറ്റുമ്പം നമ്മൾ ത്രെഡ് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ബോട്ടിൽ ഇങ്ങനെ കറക്കി കറക്കി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ചുറ്റി എടുക്കാൻ പറ്റും. 2 എൻ പോർഷൻ മാത്രം കൊടുക്കുമ്പോൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി. ബാക്കിയെല്ലാം ചുറ്റിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഇതാ 4 ബോട്ടിലും ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചുറ്റിയെടുക്കുന്ന വീഡിയോ കാണിക്കാത്ത എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. പിന്നെ വെറുതെ വീഡിയോ ലെങ്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്ത കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ബോട്ടിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ത്രെഡ് ചുറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പുള്ള ബോട്ടിലല്ലേ. അപ്പോൾ ഇത് മാത്രം വെച്ചാൽ മതിയാവും ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം ഡെക്കറിന്. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് മെലൻ്റെ സീഡാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് മത്തങ്ങയുടെ കുരു, പിന്നെ വാട്ടർമെലൻ്റെ കുരു അതൊക്കെ എടുക്കാം കേട്ടോ. അതൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുക, നല്ലവണ്ണം കഴുകി ഉണങ്ങാൻ വെക്കുക. സോപ്പിട്ടൊന്ന് കഴുകി എടുത്തോളൂ. അപ്പോൾ അതിൻ്റെ മധുരവും അതൊക്കെ അങ്ങ് പൊയ്ക്കോളും. എന്നിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടും. ഇതൊരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ളൊരു പേപ്പർ ഇതാ റൗണ്ടിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ബിസിനസ് കാർഡായിരുന്നു. അപ്പോൾ അതിന് ഇത്തിരി കട്ടി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാ വൈറ്റ് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ബോട്ടിലാട്ട് ചെയ്ത ടൈമിൽ. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ബോട്ടിലായിട്ട് കാണാം. ഔട്ടർ ലെയറാണ് ഫസ്റ്റ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വെജിറ്റബിൾസിൻ്റെ, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ എന്ത് സീഡ് കിട്ടിയാലും നല്ലതുപോലെ കഴുകി ഉണങ്ങി വെക്കണം കേട്ടോ. എപ്പോൾ നമുക്കൊരു ഫ്ലവർ വേണമെന്ന് തോന്നിയാലും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ സീഡ് കൊണ്ടുള്ള ഫ്ലവേഴ്സ്. ഇത് 2 ലെയർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇതിനുള്ളിൽ ഒരു ലെയർ കൂടി ഒട്ടിച്ചെടുക്കും. 3 ലെയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് വലിയ പേപ്പർ കട്ട് ചെയ്തിട്ട് അത്രയും ലെയർ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇതാ ഇതിനകത്ത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കടുകാണ്. അപ്പോൾ ഇനി വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് കടുകിട്ട് കൊടുക്കാം. നമ്മൾ മറ്റേ വീഡിയോ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി കടുക് അല്ലെങ്കിൽ നമുക്കവിടെ പേപ്പർ ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചാലും മതി കേട്ടോ. ബ്ലാക്കോ അല്ലെങ്കിൽ നമ്മുടെ കോഫി ബ്രൗണോ. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ ഗ്ലൂവിൽ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ ഇനി നമുക്ക് പണി തുടങ്ങാം. നമ്മുടെ ബോഡി തരാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ഇതിൽ എഴുതി വെക്കാനാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് എഴുതാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലവിൻ്റെ ഓയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഫ്ലവർ. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി നമുക്ക് ബാക്കി ആൽഫബറ്റ്സ് ഒക്കെ വേണം. അത് വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പറൊക്കെ വെട്ടി ഒട്ടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ബട്ടൺസ് ആണ്. ഇത് ഈ പഴയ ഡ്രസ്സുകളുടെയൊക്കെ ബട്ടൺസ് ആട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ കളയുന്ന ടൈമിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കും. എസ്പെഷ്യലി കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കിട്ടും. പിന്നെ നമ്മുടെ ആണെങ്കിൽ വൈറ്റും ബ്ലാക്കും ഒക്കെ കിട്ടുമല്ലോ. ഈ നല്ല ബട്ടൺസ് ഒന്നും എനിക്ക് കളയാൻ തോന്നാറില്ല. അപ്പോൾ പണ്ട് തൊട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കുന്നൊരു ശീലമുണ്ട്. പിന്നെ നമുക്ക് തന്നെ ഡ്രസ്സിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് ഇതുപോലെ ബോട്ടിലാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ബട്ടൺസൊക്കെ എടുത്ത് ഉള്ള ബട്ടൺസൊക്കെ വെച്ചിട്ട് LOVE സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ കളറുടെ ബട്ടൺസ് വേണമെന്നൊന്നുമില്ല. പല കളറുടെ ബട്ടൺസ് ആണെങ്കിലും പല ഷേപ്പുള്ളാണെങ്കിലും സൈസുള്ളാണെങ്കിലും ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. ഞാൻ എന്താ എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബട്ടൺസ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോന്നങ്ങ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫെവി ബോണ്ടോ ഫെവിക്വിക്കോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ് ഗ്ലൂ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണമെന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഫസ്റ്റ് തന്നെ ഇതേപോലെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് സെറ്റാക്കി നോക്കുക. എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതും സീഡ് വെച്ചിട്ട് തന്നെയാണ്. ഇത് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് വാട്ടർമെലൻ്റെ സീഡാണ്. പിന്നെ ഈ വൈറ്റ് ചെറുത് കാണുന്നത് എന്താണെന്നറിയോ? ലെമൺ സീഡാട്ടോ. ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിച്ച ഫ്ലവർ പോലെ തന്നെയാണ്. ചെറിയ പേപ്പർ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു, എന്നിട്ട് അതിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഇതിൽ ഞാൻ ലെമൺ ഒരു ലെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കാരണം അത് ഇത്തിരി കട്ടിയുള്ള ഒരു സീഡല്ലേ. വാട്ടർമെലൻ 2 ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് കണ്ടോ, ഇതാ എൻ്റെ ഒരു പഴയ കമ്മല. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലായിരുന്നു ഇത് ടെറാക്കോട്ടയുടെ കമ്മലാണ്. ഇത് എൻ്റെ ഫ്രണ്ട് പവിത്ര ചേച്ചി ഉണ്ടാക്കി തന്നതാട്ടോ. കുറേ കമ്മൽസ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളിത് യൂസ് ചെയ്തു. പിന്നെ ഇപ്പോൾ അതിൻ്റെ ആ ബാക്കറ്റ് അങ്ങ് പറഞ്ഞു പോയപ്പോൾ ഞാനത് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്ക് പിന്നെ ടെറാക്കോട്ട ഒരു ഭയങ്കര ക്രേസ് ആയിരുന്നു അല്ലേ, കമ്മലും മാലയൊക്കെ. ഞാൻ ദേ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും ഇവിടെ വന്നതിന് ശേഷം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പവിത്ര ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് നമ്മളിങ്ങനെ വേസ്റ്റായിട്ട് കളയുന്ന സാധനം വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചേക്കണം. ഹോം ഡെക്കർ എന്തൊരു ഭംഗിയാണോ കാണാൻ അവരുടെ വീട്ടിൽ ചെന്നാൽ. ഓരോന്നും കാണുമ്പോൾ ഇത് വെച്ചിട്ടാണോ ചെയ്തത് നമ്മൾ ചോദിച്ചു പോകും. അപ്പോൾ അത്ര നന്നായിട്ട് ചെയ്യുന്നൊരു ചേച്ചിയായിരുന്നു അത്. പിന്നെ ആ ചേച്ചിയുടെ കുട്ടികളുണ്ട്, ചിരാഗും ചിന്മയും. അവർക്കും ആ ഒരു ടാലൻ്റ് ഉണ്ട് കേട്ടോ. ഞാനും അപ്പോഴാണ് വീണ്ടും ഇതൊക്കെ ഒന്നുകൂടി ചെയ്താലോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ചേച്ചീനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച കുറേ മാലകളും കമ്മലുകളും ഒക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അവരിപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. മിസ്സിങ് ദാറ്റ് ലവ്ലി ഫാമിലി. അടുത്തായിട്ട് എനിക്കൊരു വെറൈറ്റി ഫ്ലവർ കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പം കിട്ടിയതാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഗ്ലൂ ഗണ്ണിൽ നിന്ന് ആ ഗ്ലൂ ഒലിച്ച് വന്നിരിക്കുന്നതാണ്. അപ്പം ഞാനിവിടെ ഒട്ടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഗ്ലൂ ഗൺ അവിടെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അത് ചൂടായിട്ട് മെൽറ്റായിട്ട് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീണ് കിടന്നിരുന്നു. അപ്പോൾ ഒട്ടിക്കിടന്നിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് കളയാൻ നോക്കിയിട്ടാണ് നല്ല ഭംഗിയായിട്ടിരിക്കണം. അപ്പോൾ വിചാരിച്ച് ഇതുകൂടി ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ ശരിക്കും നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് മാത്രം നമുക്ക് ഇതേപോലെ ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ആവട്ടെ ഞാൻ നല്ലൊരു ബോട്ടിലാട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഫ്ലവർ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. വീഡിയോയിൽ എനിക്ക് അത്രയ്ക്ക് കാണിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ നല്ല രസമാണിത് നേരിട്ട് കാണാൻ. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്ലവേഴ്സിനൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ റെഡ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർമെലൻ്റെ സീഡ് ഡാർക്കായിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വുളൻ ത്രെഡിൽ അതും ബ്ലാക്ക് കളറ്, ഫ്ലവറും ബ്ലാക്ക് കളറ് ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഓയിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ വലിയ ഫ്ലവറിന് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം അതിങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിട്ട് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം, നല്ല രസമാണ്. അതിന് പെയിൻറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ചെറിയ ഫ്ലവറിനുള്ളിലൊന്നും ഞാൻ ഈ കടുകൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അവിടെ ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇത്തിരിയല്ലേ ഉള്ളൂ, ചെറിയ ഡോട്ട് പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അത്. ഇനി ഇതാ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അക്രിലിക് കളറാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഈ ചെറിയ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ എല്ലിൻ്റെ മുകളിലുള്ള വലിയ ഫ്ലവർ ഞാൻ ബ്ലൂ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഒരു എടുപ്പ് തോന്നിയില്ല ബ്ലാക്കിൽ ബ്ലൂ ഇരിക്കുമ്പോൾ. അപ്പോൾ അതുകൂടി ഞാൻ ഈ യെല്ലോ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ ഫ്ലവറിനുള്ളിൽ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കണം. അത് ഞാൻ എല്ലാ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം കുറേ ആർട്ട് കഴിയുമ്പോൾ ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ആ ബ്രഷ് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ പാടില്ല, തിന്നറിലൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു 3-4 ചെയ്തിട്ട് ഞാൻ ഒരുമിച്ച് എടുത്തിട്ടാണ് എല്ലാം ക്ലിയർ വാർണിഷ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അതായിരിക്കും എളുപ്പം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിന് മുമ്പും ഇതേപോലെ ലവിൻ്റെ ഒരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരേ കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൂടി കൊടുത്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തരും കേട്ടോ. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് മൺഡേ കാണാം, ഇന്ത്യൻ ടൈം 3:30 PM. See you, love you all, thank you and bye. ലൈക്കും കമൻറ്റും മറന്നില്ലല്ലോ.